വിജയ് ഫാൻസ് മൊത്തം ഗുണ്ടകളാത്ര. വിജയ് ഫാൻസ് ആണ് എന്റെ സിനിമ തന്നെ നശിപ്പിച്ചത്. ഇത് സുധാ കോങ്കര പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പരാശക്തി സിനിമ മോശമായതും കൊണ്ടല്ല അത് പൊട്ടിയത്. ഇത് അങ്ങാടി തോറ്റ അണ്ണനോട് എന്ന അവസ്ഥയായി. നിങ്ങളുടെ പടം പൊട്ടിയതിനെന്തിന് വിജയ് ഫാൻസിനെയും വിജയിനെയും കുറ്റം പറയണത്? പക്ഷെ എന്തായാലും ഇവര് വെറുതെ അല്ല കുറ്റം പറഞ്ഞിരിക്കണത്, തെളിവ് സഹിതമാണ് ഇവര് ശരിക്കും പറഞ്ഞ വന്ന് കുറ്റം പറയുന്നത്. ഈ തെളിവ് എവിടെ ഉണ്ടാക്കി എന്നുള്ളത് എനിക്കറിയില്ല. സിനിമ ഞാനും കണ്ടു. ആടപടലം പൊളിറ്റിക്സ് ആണ് സിനിമ പറയുന്നത്. സത്യം പറയാലോ, രവിമോഹന്റെ ക്യാരക്ടർ അതാണ് നല്ല രീതിയിൽ നന്നായിട്ട് എഴുതിയിരിക്കണം, നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശിവകാർത്തികേയന് പകരം സൂര്യ അഭിനയിച്ച പടം ഹിറ്റാവും എന്നൊക്കെ പറയണത് വെറുതെയാണ്. ആരഭിനയിച്ചാലും സ്ക്രിപ്റ്റ് പോരെങ്കിൽ പടം പൊട്ടുക തന്നെ ചെയ്യും. പിന്നെ പരാശക്തി സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ ആണല്ലോ, അതുകൊണ്ടായിരിക്കും വിജയ് ഫാൻസ് മൊത്തം ഗുണ്ടകളായിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ജനനായകൻ റിലീസ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് സുധാ കോങ്കര പറയണ കേട്ടപ്പോ തോന്നിയത് തമിഴ്നാട്ടില് 95% ആൾക്കാരും വിജയ് ഫാൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ, അവിടെ ബാക്കിയുള്ളവരും ഉണ്ടല്ലോ. പരാശക്തിന്റെ ട്രെയിലറിന്റെ വ്യൂസ് 54 മില്യൺ ആണ്. ഈ 54 മില്യൺ വ്യൂസ് നിങ്ങൾക്ക് ട്രെയിലറിൽ കിട്ടിയിട്ട് അതിൽ 1% പോലും ആൾക്കാർ തിയേറ്ററിൽ വന്നിട്ട് പടം കണ്ടില്ല എന്നാണോ പറയുന്നത്? പരാശക്തി ആദ്യം 14-ാം തീയതി റിലീസ് ഉണ്ടായിരുന്നത്, അത് നേരെ വേഗം 10-ാം തീയതിയിലേക്ക് മാറ്റി. അത് കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവും എന്തും കൊണ്ടാണ് അത് മാറ്റിയെന്നുള്ളത്. പക്ഷെ ജനനായകന് സ്റ്റേ കിട്ടുന്ന ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. സൂര്യ റിപ്പോർട്ട് എടുത്താലും സുധാ കോങ്കര എന്ന ഡയറക്ടർ കറക്റ്റ് ഓട്ടോബയോഗ്രഫി ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, മുഴുവൻ തെറ്റാണ്. അതുപോലെ തന്നെയാണ് പരാശക്തി സിനിമയിലും ചരിത്രമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അതിനെ വളച്ചു ഒടിച്ചിട്ട് എല്ലാം DMKയുടെ പക്ഷത്താക്കുകയാണ് ആ സിനിമേനെ ചെയ്തിരിക്കുന്നത്. ഇതൊന്നും തമിഴന്മാർക്ക് പറ്റില്ല. ഈ ചരിത്രം മൊത്തം വളച്ചൊടിച്ചിട്ട് തമിഴിന്റെ കഥ പറയാൻ വേണ്ടിയിട്ട് DMK അതിലൂടെ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ സിനിമ എടുത്തിട്ടുണ്ടാവുക. കയ്യെഴുത്ത് മോശമായ പേന കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ പേഴ്സണലി എനിക്ക് ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പൊളിറ്റിക്കൽ സിനിമ നന്നായിട്ട് കാണുന്ന ഒരാളാണ്. ആ കഥ പറഞ്ഞ രീതി നല്ലതാണ്, നന്നായിട്ട് തന്നെ എടുത്തിട്ടുമുണ്ട്. പക്ഷെ പൊളിറ്റിക്സ് പറയുമ്പോൾ ആ പറയേണ്ട രീതിയിൽ പറയണം. ആദ്യം മുതൽ അവസാനം വരെ പൊളിറ്റിക്സ് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മടുപ്പ് തോന്നും. ഇതിനു മുമ്പ് പൊളിറ്റിക്കൽ പടം എടുക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ പൊളിറ്റിക്സ് മാത്രം പറയുമ്പോൾ ആ സിനിമകളെല്ലാം പൊളിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ ഒരു ഇൻ്റർവെല്ലിന് ശേഷം അവസാനമാകുമ്പോൾ മാത്രം ഒരു ചെറിയ പൊളിറ്റിക്സ് പറയുന്ന സിനിമകളാണ് കൂടുതലും വിജയം കണ്ടിരിക്കുന്നത്. കാരണം പൊളിറ്റിക്കൽ സിനിമ ഭൂരിപക്ഷം ജനങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോണറാണ്.